മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോട് വായ്പാ തിരിച്ചടവ് വേഗത്തിലാക്കാൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നോട്ടീസ് നൽകിയെന്ന പരാതി. വിനോദസഞ്ചാരികളെയും കൊണ്ടുള്ള ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവിംഗിൽ നിന്നുള്ള വരുമാനമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ മിക്ക കുടുംബങ്ങളുടെയും പ്രധാന വരുമാനങ്ങളിലൊന്ന്. പണം ഉടൻ തിരിച്ചടച്ചില്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് ലഭിച്ച നോട്ടീസിൽ നിന്നുള്ള നിർദ്ദേശം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മിക്കവരും പണം എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ്. 250ഓളം വരുന്ന ഭൂരിഭാഗം ജീപ്പുകളും ഉരുൾപൊട്ടലിൽ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. അവശേഷിക്കുന്നവ ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല. അതിനിടെയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്തവർക്ക് നോട്ടീസ് ലഭിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായമായ 10,000 രൂപയിൽ നിന്ന് മിക്ക സ്ഥാപനങ്ങളും വാഹനങ്ങളുടെ EMI പണം പിടിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ ക്യാമ്പിലാണ് താമസിക്കുന്നത്. ഈ പ്രൈവറ്റ് ബാങ്കും ഈ മുത്തൂറ്റ് എന്ന് പറയുന്ന അങ്ങനത്തുള്ള ബാങ്ക് സംഘടനകളും വിളിച്ച് ഓരോരുത്തരും നിരന്തരമായിട്ട് ഇത് ലോണിന്റെ വ്യവസ്ഥയിൽ ഞങ്ങളെ വെച്ച് നിരന്തരം ബുദ്ധിമുട്ടിക്കുകയാണ്. എന്താ ഇതിന് പറയുന്നത്? ഞങ്ങൾ ഒരു 210ഓളം ജീപ്പുകൾ, ഒരുപാട് ആൾക്കാരെ ജീപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അതിൽ ലോൺ എടുത്തിട്ട് ജീവിക്കുന്നവരുണ്ട്. മൊത്തത്തിൽ എന്താ ചെയ്യേണ്ടത്, ഇനി മുന്നോട്ടുള്ള ജീവിതമാർഗ്ഗം എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഒന്നും അറിയുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രൈവറ്റ് ബാങ്കും ഈ മുത്തൂറ്റ് ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകളും വിളിച്ചിട്ട് ഇങ്ങനെ വക്കീൽ നോട്ടീസും അതും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളായ മുത്തൂറ്റ്, ശ്രീറാം, ബജാജ്, ഫിൻസർവ് എന്നീ സ്ഥാപനങ്ങളാണ് വായ്പ എടുത്തവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. സംഭവത്തിൽ ദുരന്തബാധിതർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഈ മനുഷ്യരൊക്കെയും കൂടുതലായി ലോൺ എടുത്തിട്ടുള്ളത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ മുത്തൂറ്റ് പോലുള്ള ഒരുപാട് അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ ചില സേട്ടുമാരൊക്കെ ഉണ്ട്. അപ്പം ഇവരിതൊരു വലിയ പ്രതിസന്ധി. ജീവനോപാധി നഷ്ടപ്പെട്ടു, ലോണ് തിരിച്ചടയ്ക്കണം, നേരിട്ട് ഫോൺ ചെയ്യുന്നു ഈ സ്ഥാപനങ്ങളിലുള്ളവര്, ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു. അതൊക്കെ ഇവരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രതിസന്ധിയിലൂടെയാണ്. അങ്ങനെ ഒരുപാടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുമായി കുറെ ആളുകൾ ഇൻഡയറക്ട്ലി അഫക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. ദുരന്ത മേഖലയിൽ ബന്ധുമിത്രാദികളെയും വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരാണിവർ. അക്കൂട്ടത്തിലുള്ള ഡ്രൈവർമാരെ ചൂഷണം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ നിലപാടിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. റിപ്പോർട്ടർ, വയനാട്. വിവരങ്ങൾ ദീപക് മോഹൻ നൽകും. ദീപക്, നേരത്തെയും ലോണുമായി ബന്ധപ്പെട്ട ലോൺ തിരിച്ചടവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറിയിരുന്നല്ലോ. ബാങ്കിന് മുമ്പിൽ, ഗവൺമെൻറ് ബാങ്കിന് മുമ്പിലാണ് ആ പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോൾ ഇതാ വീണ്ടും അത്തരം വിവരങ്ങൾ തന്നെ വരികയാണ്. എന്താണ് ഇപ്പോൾ നമുക്ക് മുന്നിലെ കണക്കുകൾ? എത്ര പേരാണ് ഇങ്ങനെ ലോൺ തിരിച്ചടവിൻ്റെ ഭീഷണി നേരിടുന്നത്? ദീപക് മോഹൻ. സ്മൃതി, ഏകദേശം 200-ലധികം കുടുംബങ്ങൾ ഇത്തരത്തിൽ താമസിക്കുന്ന ഒരു പ്രദേശം ആയിരുന്നു ഈ മുണ്ടക്കയിലെ ജീപ്പ് ഡ്രൈവർമാർ. അതായത് ഈ ചൂരൽമല 900 കണ്ടിയിലേക്കൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികളെ ചുറ്റിക്കാണിക്കാനായുള്ള ഓഫ് റോഡ് ജീപ്പ് ടാക്സി സർവീസ് സമാന്തരമായി തന്നെ അവിടെ നടത്തിക്കൊണ്ടിരുന്നു. ഇത്തരത്തിലുള്ള 200-ലധികം വരുന്ന ആളുകൾക്കെതിരെയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത ഉണ്ടായിട്ടുള്ളത്. നിരവധി പേർ അതുപോലെ സ്വർണം പണയം വെച്ച്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി, വീട് നിർമ്മാണത്തിനായി അങ്ങനെയെല്ലാം ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോൺ എടുത്ത ദുരന്തബാധിതരായ ആളുകളോടാണ് ഇപ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ എത്രയും വേഗത്തിൽ തിരിച്ചടവ് ലഭ്യമാക്കണം എന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങൾ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇവർക്ക് പലർക്കും നോട്ടീസും ലഭിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല ഗ്രാമീൺ ബാങ്കിൽ നിന്നൊക്കെ വായ്പയെടുത്ത ആളുകൾ എടുത്തിരുന്നു. അവരുടെ പണം സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായത്തിൽ നിന്ന് ഈ 10,000 രൂപയിൽ നിന്ന് പിടിച്ചതിനെ തുടർന്ന് വലിയ സമരങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ആ ബാങ്ക് അധികൃതർ തന്നെ മാപ്പ് പറഞ്ഞ് ആ പണം തിരികെ നൽകുന്ന സ്ഥിതിയെല്ലാം ഉണ്ടായി. എന്നാൽ അതിനിടയിലാണ് വീണ്ടും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളായ മുത്തൂറ്റ്, അതുപോലെ തന്നെ ശ്രീറാം ചിറ്റ് ഫണ്ട് തുടങ്ങി ബജാജ് ഫിൻസർ തുടങ്ങിയ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ നേരത്തെ ലോൺ എടുത്ത ആളുകളോട് എത്രയും വേഗത്തിൽ പണം തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നിട്ടുള്ളത്. മാത്രമല്ല നേരത്തെ വലിയ തോതിൽ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളോട് ഇത്തരത്തിലൊരു ക്രൂരത കാട്ടുന്നത്. വലിയ തോതിലുള്ള വ്യാപകമായ ഒരു പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വലിയ സമരങ്ങൾക്ക് വയനാട് സാക്ഷ്യം വഹിച്ചിരുന്നു. ഏതായാലും ഈ 900 കണ്ടിയിൽ വാഹനം ഓടിച്ചിരുന്ന 200-ലധികം വരുന്ന ജീപ്പ് ഡ്രൈവർമാർ വലിയ ദുരിതത്തിൽ തന്നെയാണ്. മിക്കവർക്കും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറെ കണ്ടു. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല MLA-യുടെ സമക്ഷവും ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനൊരു കൃത്യമായ ഒരു നടപടിയെടുത്തു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ 200-ലധികം വരുന്ന വാഹന ഉടമകൾ, അതിൽ പല ജീപ്പുകളും തകർന്നു. മിക്ക വാഹനങ്ങളും ഓടിക്കാൻ കഴിയാത്ത രീതിയിൽ ചളി കയറി നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ്.
ആ സമയത്തിനിടയ്ക്കാണ് വാഹനത്തിന് ലോൺ എടുത്ത ആളുകളോടൊക്കെ പണം എത്രയും വേഗത്തിൽ തിരിച്ചടയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ ബാങ്ക് അധികൃതർ വിവരങ്ങൾ അറിയിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള അവസ്ഥ. മാത്രമല്ല ഇന്നലെ അവർ കലക്ടറെ കണ്ടു. ഇനി കൂടുതൽ സമരപരിപാടികളുമായി രംഗത്തേക്ക് എത്താനുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ഈ ജീപ്പ് ഡ്രൈവർമാരായ ആളുകൾ നമ്മളോട് പങ്കുവച്ചത്. തീർച്ചയായും ദുരന്തം നടന്ന ഒരു മാസമാകുമ്പോഴേക്കും ഈ തരത്തിലുള്ള ഭീഷണികളും പ്രതികരണങ്ങളും വരികയാണ്. ദീപക് മലയമേലേക്ക് കൂടി. ദീപക്, കഴിഞ്ഞ ദിവസം ഗ്രാമീൺ ബാങ്കിന് മുമ്പിലുണ്ടായിരുന്ന പ്രതിഷേധം മുഴുവൻ യുവജന സംഘടനകളും അവിടേക്ക് ഇരച്ചെത്തുകയായിരുന്നു. അവിടെ പണം യഥാർത്ഥത്തിൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തു കഴിഞ്ഞിരുന്നു. ആ രൂപത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നോട്ടീസ് എന്ന വിവരമാണ്. ഈ വാടകയുമായി ബന്ധപ്പെട്ട വാടക വീടുകൾ, താൽക്കാലിക വാടക വീടുകളുടെ സംവിധാനവുമായി ബന്ധപ്പെട്ട് സർക്കാർ 6000 രൂപ നൽകുമ്പോൾ അപ്പുറത്ത് വലിയ തോതിൽ വാടക ചോദിക്കുന്നു എന്നുള്ള പ്രശ്നം വന്ന ഘട്ടത്തിൽ ദുരന്ത നിവാരണ നിയമം പ്രയോഗിക്കുന്നു എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യത്തിലും അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? എന്താണിപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന? സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് നോട്ടീസ് കിട്ടിയ ആളുകൾ പോലും ഉണ്ട് ഇതിലെന്നുള്ളതാണ്. അതായത് ഈ വാഹനത്തിൻ്റെ അടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കുടിശ്ശിക വന്ന ആളുകൾ പോലുമുണ്ട്. പക്ഷേ അവർക്ക് തിരിച്ചടവ് സാധ്യമാകുന്ന സാഹചര്യം ഒരു പക്ഷേ വന്നേക്കുമായിരുന്നു. അതിനു മുൻപ് തന്നെ ഇത്തരത്തിലൊരു ദുരന്തം വരികയും അവരുടെ എല്ലാ ആസ്തികളും പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് വീണ്ടും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് നിരന്തരം കോളുകൾ വരുന്നതും ഭീഷണി ഉൾപ്പെടെ ഉണ്ടാകുന്നതും എന്നുള്ളതാണ്. നേരത്തെ തന്നെ വന്ന നോട്ടീസ് പ്രകാരം പറയുന്നത് 15 ദിവസത്തിന് നിങ്ങളുടെ അറസ്റ്റ് വാറന്റിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകുമെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യർ ഇത്രയും നിരാലംബരായി നിൽക്കുമ്പോഴാണ് വീണ്ടും ഫോണിലൂടെയൊക്കെ വിളിച്ച ഈ തുക തിരിച്ചടയ്ക്കണമെന്ന് പറയുന്നത്. ഇന്നലെ പരാതിയുമായി ഈ ജീപ്പ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള സംഘം കളക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കളക്ടർ പറഞ്ഞത് ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണമെന്നുള്ളതാണ്. പക്ഷേ നേരത്തെയും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ EMI തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണികൾ ഉണ്ടായപ്പോൾ മന്ത്രിതലത്തിലടക്കം ഇടപെടൽ നടന്നതാണ്. ഇന്നലെ ബാങ്കേഴ്സ് സമിതിയുമായുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും അദ്ദേഹം കൃത്യമായി തന്നെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ആ ബാങ്കേഴ്സ് സമിതിയുമായി സംസാരിച്ച ആ തുകകൾ തിരിച്ചടവ് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോ അല്ലെങ്കിൽ തള്ളുന്നതിനോ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ മുകൾ തട്ടിൽ നിന്ന് ആ കാര്യത്തിൽ തീരുമാനം വരേണ്ടതുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ തീരുമാനം വരുന്നില്ല. അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ പോലും അതിലൊരു വ്യക്തതയില്ലാതെ ഇപ്പോഴും ഈ ദുരന്തബാധിതരെ നിരന്തരം അലട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇതുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ജീപ്പ് വാങ്ങിയ ആൾ അദ്ദേഹത്തിൻ്റെ ജീപ്പുമായി ഉപജീവനം നടത്തിയിരുന്ന ഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് കൃത്യമായ തിരിച്ചടവിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ പലപ്പോഴായി കാണിച്ചിട്ടുള്ളതാണ് മണ്ണടിഞ്ഞു കിടക്കുന്ന തകർന്നു പോയ ജീപ്പാണ് അവരുടെ ഉപജീവന മാർഗമായി ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഒന്നും തന്നെ സാധ്യമാകാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് വാടക വീട് കണ്ടെത്താൻ 6000 രൂപ ചോദിക്കുമ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 9000-ഉം 10,000-ഉം ഒക്കെ വാടക കിട്ടിയാൽ വീട് നൽകാമെന്ന് പറയുന്ന ആളുകൾ ഉള്ള ഇടത്തുകൂടിയാണ് ഈ മനുഷ്യർക്ക് ഇത്തരത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി വെല്ലുവിളി വരുന്നത് എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് അടിയന്തരമായി ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി തന്നെയാണ് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരുത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇത്തരം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിച്ചടവിന് വേണ്ടിയുള്ള വാദങ്ങൾ ഉന്നയിക്കരുത് എന്നുള്ള നിലപാട് ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രാമീണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടതാണ് 10,000 രൂപയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ധനസഹായം പ്രാഥമിക ഘട്ടത്തിൽ എന്നുള്ള നിലയിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. അത് അക്കൗണ്ടിലേക്ക് എത്തുന്ന ഘട്ടം തന്നെ തങ്ങൾക്ക് പിടിക്കാനുള്ള ആ ലോൺ എമൗണ്ടിലേക്കുള്ള തുക അത് പിടിച്ചെടുക്കുന്ന സമീപനം ഗ്രാമീൺ ബാങ്ക് സ്വീകരിച്ചു. അവരന്ന് പറഞ്ഞത് ഇത് സാങ്കേതികമായ പ്രശ്നമാണ്, നേരത്തെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരത്തിൽ EMI പിടിക്കുന്ന സംവിധാനമാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സമാനമായ രീതിയിൽ സംഭവവികാസങ്ങൾ ഉണ്ടാവുകയും വലിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ഒക്കെ ചെയ്തത് ഈ പൊതുസമൂഹം ഒന്നടങ്കം കണ്ടതാണ്. അപ്പോഴും അതെല്ലാം മുന്നിൽ നിൽക്കുകയാണ് ഇത്തരത്തിൽ മുത്തൂറ്റ് ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോട്ടീസുകൾ വരുന്നത്, നിരന്തരം ഫോൺ കോളുകൾ വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഇടപെട്ട ജനീഷിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുന്ന സ്ഥിതിവിശേഷം ഇത്തരത്തിൽ ബജാജ് പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന്, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള പരാതികൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അന്ന് മന്ത്രി K. രാജൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹം പറഞ്ഞത് കൃത്യമായി
ഈ ഒരു സംവിധാനത്തിൽ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ആളുകളെ നിയമിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ നിയമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ദിവസം പിന്നിടുമ്പോൾ വീണ്ടും ഇങ്ങനെ പരാതിയുമായി ജില്ലാ ഭരണകൂടത്തിന് മുൻപിലേക്ക് പോകേണ്ട ആവശ്യകത അവർക്ക് വരില്ലായിരുന്നു. മറ്റൊന്ന്, രേഖകൾ ഉൾപ്പെടെ കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഒരു തരത്തിലും നിങ്ങൾ ഇനി ജില്ലാ ഭരണകൂടത്തിലോ അല്ലെങ്കിൽ മറ്റ് ഓഫീസ് സംവിധാനങ്ങളിലോ കയറി ഇറങ്ങേണ്ടി വരില്ല എന്നുള്ളതായിരുന്നു മന്ത്രിമാരുൾപ്പെടെ ആദ്യഘട്ടം മുതൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ്. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു ആവശ്യത്തിലേക്ക്, അവരുടെ ഒരു ഭീഷണിയിലേക്ക് കാര്യങ്ങൾ വന്ന ഘട്ടത്തിൽ വീണ്ടും ജില്ലാ ഭരണകൂടത്തിലേക്ക് അങ്ങോട്ട് പോയി നിവേദനം സമർപ്പിക്കുകയും തങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ മനുഷ്യരെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 9,000 കണ്ടിയിൽ ഇപ്പോഴും ടൂറിസത്തിൻ്റെ നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അവിടെ ഒരു തരത്തിലും അവർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള അവസരം ഒരുങ്ങിയിട്ടില്ല. അപ്പോഴൊക്കെ തന്നെയാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള ഭീഷണികൾ പല കോണുകളിൽ നിന്നായി വരുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. ഈ കാര്യത്തിൽ എന്ത് ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് നമ്മളും വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ യുവജന സംഘടനകൾ ഉൾപ്പെടെ കൃത്യമായി ഈ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വീക്ഷിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് തന്നെ വീണ്ടും യുവജന സംഘടനകൾ എത്താനുള്ള ഒരു സാധ്യതയും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്.